ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് സന്തോഷമാണ്, അനുഗ്രഹമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അത് ആത്മപ്രചോദനമാണെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കത് പ്രയോജനകരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവർക്ക് കൂടി ഇത് അയച്ചു കൊടുക്കണം. അവർ കേൾക്കട്ടെ, അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. എക്സ്പെഷ്യലി യൗവനക്കാർ, കൗമാരക്കാർ, അവരിത് ഒന്ന് പഠിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഇന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല. ആശ്രമങ്ങൾ, പർണശാലകളൊക്കെ വലിയ സന്യാസിമാരായ ഗുരുക്കന്മാർ ഗൃഹസ്ഥാശ്രമം പോലെ ഒരുപാട് വിദ്യാർത്ഥികളെ, ശിഷ്യന്മാരെ കൂടെ താമസിപ്പിച്ച് അവരെ പഠിപ്പിക്കുന്ന ഒരു കാലം. അവർ സ്വയം പര്യാപ്തരാണ്. അവിടെ കൃഷിയുണ്ട്, അവിടെ പശുക്കളുണ്ട്, അവിടെ പക്ഷികളുണ്ട്, കോഴി, താറാവ്. ആ ആശ്രമത്തിലുള്ളവർക്ക് ഭക്ഷിക്കാനുള്ള പച്ചക്കറികൾ എല്ലാം അതിനകത്ത് തന്നെ തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് അവിടെ ജോലി ചെയ്ത്, എന്നാൽ ഗുരുക്കന്മാരുടെ കൂടെ ഇരുന്ന് ക്ലാസ്സുകൾ പഠിച്ച് ഗുരുകുല സമ്പ്രദായം നിലവിലുണ്ടായിരുന്നൊരു കാലത്ത് ഗുരുവിനെ കാണാനായി, സന്യാസ ശ്രേഷ്ഠനെ കാണാനായി നാട്ടിലെ വലിയൊരു പ്രമാണി, കോടീശ്വരനായ ഒരു മനുഷ്യൻ വരിക. അദ്ദേഹം ഈ ആശ്രമത്തെക്കുറിച്ച് കേട്ടിട്ട് വരികയാണ്. അദ്ദേഹം ഈ ആശ്രമത്തിൻ്റെ പടിപ്പുരയ്ക്കൽ, അതിൻ്റെ നമ്മൾ ഗേറ്റ് എന്നൊക്കെ ഇപ്പോൾ പറയുന്ന പോലെ ഗേറ്റൊന്നുമല്ല, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പടിപ്പുരയാണ്. അവിടെ വന്ന് നിന്നിട്ട്, നിങ്ങളുടെ ഗുരു അകത്തുണ്ടോ, നിങ്ങളുടെ സന്യാസി അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ്, ആരാണെന്ന് പറയണം, നിങ്ങൾ സന്യാസിയോട് എന്ന് പറഞ്ഞാൽ മതി. ആരാണെന്നൊന്നും പറയണ്ട, എന്നെ അറിയാത്തവരാരും ഈ നാട്ടിലില്ല, ഞാൻ ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, എല്ലാവർക്കും എന്നെ അറിയാം, അതുകൊണ്ട് നിങ്ങൾ അകത്ത് സന്യാസി ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി, ഞങ്ങൾ ചെന്ന് അകത്ത് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അകത്ത് ചെന്നപ്പോൾ ഈ വന്ന മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ഗുരു ശ്രേഷ്ഠൻ എന്ന് പറയുന്ന ആ സന്യാസിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് പറ, ഞാൻ മരിച്ചിട്ട് വരാൻ പറ, അന്നേരം ഞാൻ അദ്ദേഹത്തെ കാണാൻ അവസരം കൊടുക്കാമെന്ന് പറയാൻ പറഞ്ഞു. ഇദ്ദേഹം അവിടെ ചെന്നിട്ട്, ഈ ശിഷ്യന്മാരവിടെ ചെന്നിട്ട് ഈ നാട്ടിലെ കോടീശ്വരനോട് പറഞ്ഞു, ഗുരു പറഞ്ഞു ഞാൻ മരിച്ചിട്ട് വാ, അപ്പോൾ ഞാൻ കാണാമെന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, ഇതെന്ത് മറുപടിയാ, ഞാൻ മരിച്ചിട്ട് വന്ന് ഞാനെങ്ങനെ കാണുന്നേ? ഞാനും അതാ നിങ്ങളോട് ചോദിക്കുന്നത്. സന്യാസി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതാണ് എൻ്റെ മെസ്സേജ്. നമ്മുടെ അകത്തൊരു അഹങ്കാരിയുണ്ട്, അയാളുടെ പേരാണ് ഞാൻ. നമ്മുടെ അകത്തൊരു നിഗളിയുണ്ട്, നിഗളി, അയാളുടെ പേരാണ് ഞാൻ. എനിക്കെന്തോ ഉണ്ടെന്നും, ഞാനെന്തോ വലിയ മസിൽമാനാണെന്നും, ഞാനെന്തോ ഒരു മാൻ പവറാണെന്നും, എനിക്കെന്തോ കുറേ സ്വത്തുക്കളുണ്ടെന്നും, എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ടെന്നും, എനിക്ക് കുറേ രാഷ്ട്രീയത്തിൽ പിടിപാടുകളുണ്ടെന്നും, ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്നും ചിലതൊക്കെ പറഞ്ഞു കേട്ടില്ലേ. എന്നോട് കളിക്കരുത്, ഞാൻ ആരാന്നറിയാവോ? ഞാൻ ആരാണാവോ? ഞാൻ ആരുമല്ല എന്ന് ഞാൻ അറിയുമ്പോഴാണ് സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ദൈവം ആരാണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഞാൻ ആരുമല്ലെന്ന് ഞാൻ അറിയുന്നത്. ഈ സെന്റൻസ് ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ ആവർത്തിച്ച് കേട്ടാൽ മതി. ഞാൻ എന്ന് പറയുന്ന, എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഐ ആം നോട്ട് ലിവിങ് ബട്ട് ക്രൈസ്റ്റ് ലിവിങ് ഇൻ മീ. അപ്പോൾ ചോദ്യമുണ്ട്, വേർ ഇസ് ആം? ആ ഞാൻ എന്തിയേ? അത് പൗലോസ് എൻ്റെ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞു, ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല,
പൗലോസ് പറയും, എൻ്റെ അകത്ത് അഹങ്കാരിയെ ഞാൻ കൊന്നെന്ന്. അകത്ത് സെൽഫിഷ്നെസ്, സ്വാർത്ഥത ഉണ്ടാക്കുന്ന, എനിക്കെന്തൊക്കെയോ കഴിയും എന്നെ തോന്നിപ്പിക്കുന്ന ആ ഞാനെന്ന് പറയുന്ന ആ സ്വാർത്ഥതയെ, ആ സ്വയത്തെ കൊല്ലുമ്പോഴാണ് നമ്മിൽ ദൈവ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗാഡ് വിൽ കം, വരും. സന്യാസി പറഞ്ഞതിന് അർത്ഥമതാ. അയാളോട് ഇരുന്ന് പറ, ആ വാതുക്ക വന്ന് നിൽക്കുന്നില്ലേ ആ കോർപ്പറേറ്റ്, ആ ധനികൻ, ആ കൊടീഷ്, അയാളോട് പറ, ഞാൻ മരിച്ചിട്ട് വാ, അപ്പോൾ ഞാൻ കാണാം എന്ന് പറഞ്ഞാൽ അയാളുടെ അകത്തെ ഞാൻ മരിക്കണം, എന്നിട്ട് വരാൻ പറ. അപ്പോൾ സന്യാസി എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കാണാം. ഈ ചിന്ത മറക്കല്ലേ. ഇന്നൊക്കെ പ്രയോജനമാണ്. ഇത് നല്ലൊരു ചിന്തയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ഞാനിങ്ങനെ ഞാന്ന് കിടക്കുക ജീവിതത്തിൻ്റെ നടുക്ക്. ഈ ഞാൻ മാറാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യേശു ക്രിസ്തുവിൻ്റെ പടം വരച്ച് വെച്ചിട്ട് ചിത്രകാരൻ തൻ്റെ മുമ്പിലിരിക്കുന്നവരോട് ചോദിച്ചു, പടം എങ്ങനെയുണ്ട്, ഞാൻ വരച്ച പടം എങ്ങനെയുണ്ട്? ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, സാറൊന്നും മാറി നിൽക്കാമെങ്കിൽ ഞങ്ങൾക്ക് ആ പടമൊന്ന് കാണാമായിരുന്നു. ക്രിസ്തുവിൻ്റെ മുമ്പിൽ പലരും കയറി നിൽക്കുക, അവരുടെ പേരാണ് ഞാൻ. ഒന്ന് മാറി നിൽക്കാമെങ്കിൽ, ദൈവത്തെ ഒന്ന് നന്നായിട്ട് ജനത്തിൻ്റെ മുമ്പിലൊന്ന് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഒരു പ്രസംഗകനിലെ ഞാൻ മരിക്കുമ്പോൾ മാത്രമേ അയാളിലെ ക്രിസ്തു വെളിപ്പെടത്തുള്ളൂ. ഒരു പ്രസംഗകനിലെ ഞാൻ മരിക്കുമ്പോൾ മാത്രമേ അയാളിൽ ഉള്ള യഥാർത്ഥ ആശയം പുറത്തു വരത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രസംഗത്തിലും ഞാൻ 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 ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഞാൻ നിർത്തട്ടെ, അവസാനിപ്പിക്കട്ടെ. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും നമ്മുടെ അകത്തെ ആ അഹങ്കാരിയായ ഞാൻ എന്ന് പറയുന്ന ആ സ്വാർത്ഥതയെ, ആ സ്വയത്തെ, ആ സെൽഫിഷ്നെസ്സിനെ കൊന്നുകളയാം. ക്രിസ്തു നമ്മൾ ജീവിക്കട്ടെ, ദൈവ സാന്നിധ്യം ജീവിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.